പ്രിയപ്പെട്ട ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാർ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗോൾഡൻ ടേസ്റ്റി. പിന്നെ ഇന്ന് ഞാനൊരു ഫ്രീ പരിപാടിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറച്ച് ചെടികൾ ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ഫ്രീ ആയിട്ട് കുറച്ച് പേർക്ക് തരാമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്നാൾ വന്നവരൊന്നും വരരുത് കേട്ടോ. ഇന്നാൾ ഞാൻ കുറേ പേർക്ക് തന്നു. അവർ തന്നെ ഇനിയും വരരുത്. ഇല്ലാത്തവർ, ചെടി മേടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരും പിന്നെ മുറ്റത്ത് ചെടികളൊന്നുമില്ല, ഇച്ചിരി വെച്ച് പിടിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുമായവർ കുറച്ചൊക്കെ ചോദിക്കാറുള്ളൂ. എനിക്ക് പായ്ക്കൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ചെടികളൊക്കെ മുഴുവനും തന്നെ ഞാൻ കാണിക്കുന്ന മുഴുവനും തന്നെ വേണമെന്നുള്ളവർ ഇങ്ങോട്ട് വരിക. ഞാൻ നിങ്ങൾക്ക് ആക്കിത്തരാം. എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ആക്കിത്തരാം, എടുത്തു തരാം. അല്ലാത്തവർ കുറേശ്ശെ ആയിട്ടാണെങ്കിൽ ഞാനിത് വലിയ പായ്ക്കാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഉള്ളതാണെന്ന് ഒരു അരക്കലായി കൂടി ഇതൊന്നും എന്നോട് ചോദിക്കരുത്. കാരണം അതൊക്കെ പായ്ക്ക് ചെയ്യണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, ഒത്തിരി വിഷമമുണ്ട്. പിന്നെ ഇതൊക്കെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണം. അതെല്ലാം എനിക്കുണ്ട്. അപ്പോൾ ചെറിയ പാക്കറ്റൊക്കെ ആണെന്ന് ഒരിക്കലും അതനുസരിച്ച് ഞാനത് കൈകാര്യം ചെയ്തോളാം. അപ്പോൾ ഇല്ലാത്തവർ മാത്രം വരിക. അപ്പോൾ ഞാൻ തുടങ്ങുവാണേ. അപ്പോൾ ഈ ചെടിയൊക്കെ ഞാൻ ഇതിൻ്റെയൊക്കെ കട്ടിങ്സാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കട്ടിങ്സാണ്. നിങ്ങൾക്ക് പിന്നെ ആവശ്യമുള്ള ചെടിയെ ഗ്രീൻ ഷോർട്ട് എടുത്തിട്ട് അതിനകത്തിട്ടാൽ മതി. അതല്ലാത്തവർക്ക് എന്തെങ്കിലും അടയാളം, അതെടുക്കാൻ അറിയില്ലാത്തവർ എന്തെങ്കിലും അടയാളം പറഞ്ഞിട്ട് ചെടിയിടുക. അപ്പം ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരാം. അപ്പോൾ അതാണെന്ന് പറയുവാണെങ്കിൽ ഞാൻ ആ ചെടി നിങ്ങൾക്ക് തരുന്നതാണ്. അങ്ങനെ ഞാൻ കുറച്ച് ചെടികൾ ഞാനിപ്പോൾ കാണിക്കുവാണ്. ഇതിപ്പം ഇതിൻ്റെ എല്ലാം കട്ടിങ്സാണ് കേട്ടോ. പക്ഷെ പേടിക്കാനില്ല, ഇതെല്ലാം നന്നായിട്ട് ഞാൻ കട്ടിങ്സാണ് ഇതെല്ലാം പിടിപ്പിക്കുന്നത്. ഞാനിപ്പം ഇതിൻ്റെ ഒന്നും കട്ടിങ്സ് ഇത് മുളപ്പിച്ചിട്ടില്ല. അങ്ങനെ മുളപ്പിക്കാനൊന്നും എനിക്ക് സൗകര്യം വളരെ. ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് കുറേശ്ശെ ഞാൻ നിങ്ങൾക്ക് തരാം. ഇതിൻ്റെ കട്ടിങ്സ്. പിന്നെ നമ്മുടെ ബാൾസമല്ല, ചൈനീസ് ബാൾസം ചെടികളുടെ കട്ടിങ്സ്. ഇതൊക്കെ പല പല കളറാണ്. ഇപ്പോൾ ആദ്യം പൂവ് ആയി വരുന്നതാണ്. നിങ്ങൾക്ക് ഇതെല്ലാം പിന്നെ പുഴുവെല്ലാം തിന്ന് പോയിട്ട് വേണ്ടി ഞാൻ ചേച്ചി വളമൊക്കെ ഇട്ട് കൊടുത്ത് അവരെയൊക്കെ നന്നാക്കി കൊണ്ടുവരുവാണ്. ഇതിൻ്റെയൊക്കെ ഓരോ പീസ് ഞാൻ വെക്കാം ആവശ്യക്കാർക്ക്. പിന്നെ ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ഒറ്റ കളറായിരിക്കും. പക്ഷേ ഇത് ഒരു കളറല്ല. ഒന്ന് ഡാർക്കാണെങ്കിൽ ഒന്ന് ലൈറ്റായിരിക്കും. ഒന്നിൻ്റെ ഇതിനകത്തെ ആ വെള്ള കളർ ചിലതിന് പൊട്ടായിരിക്കും, ചിലതിന് നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ്. അതൊക്കെയാണ് പിങ്ക. ഇനിയും ഉണ്ട്, കാണിച്ചു തരാം. ഇതൊരു കളറാണ്. അങ്ങനെ കാണിച്ചൊക്കെ ഓരോരോ കളറാണ് കേട്ടോ. പിന്നെ ഇതൊരു കളറാണ്. ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ നിൽപ്പുണ്ട്. ഉള്ളത് കൂട്ടി ഞാൻ തരാം. പിന്നെ ഈ കളറ്, ഇതൊക്കെയാണ് എൻ്റെ വിങ്കകൾ. പിന്നെ തരാനുള്ളത് ഇത് ഞാൻ കുറച്ച് നിങ്ങൾക്ക് ചെയ്തു തരാം. ഇത് പല കളറാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ വന്നു, ആദ്യം ഇതിങ്ങനെ വന്നു, ഇനി ഇതിങ്ങനെ വന്നു. ഇതെനിക്കറിയില്ല ഇതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്നൊന്നും. ചില സമയം ഇതങ്ങ് കട്ട കളറുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. ഇതൊരൊറ്റ കട്ട പൂവാണിത്. കണ്ടോ, ഒറ്റ കട്ട പൂവായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുകൂട്ട് വേണമെങ്കിൽ ഓരോ ചെറിയ പീസ് അത് ഞാൻ വെച്ചേക്കാം. പിന്നെ ഈ കളറ്, ഇത് പിന്നെ 2-3 ചട്ടിയിലെല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നൊരിക്കൽ ചെറിയൊരു പീസ് ഇത് വെച്ചേക്കാം. ഇതൊക്കെയാണ് നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന ചെടികളാണ് ഇതൊക്കെ. പിന്നെ ഇത് വേറൊരു ഇത് ഇലയിൽ മാത്രമേ പൂവുണ്ടാകുന്ന ഒരു സൈസ് ചെടിയാണ് ഇത്. കാണാൻ നല്ല ഭംഗിയാണ്. ഇലയിൽ ഇങ്ങനെ അറ്റത്ത് തൂങ്ങിക്കിടക്കും. ഇത് ഒരു പുതുമഴയൊക്കെ പെയ്യുന്ന സമയത്താണ് ആ ചെടിക്ക് പൂവുണ്ടാകുന്നത്. എന്നിട്ട് ആ പൂവിൻ്റെ അടിയിലാണ് വേര് വരുന്നത്. അപ്പോൾ നമ്മളതങ്ങനെ അവിടെ പതുക്കെ അത് ഒടിച്ചങ്ങോട്ട് നട്ട് കഴിഞ്ഞാൽ അതേപോലെ ചെടികൾ വളരും. അതുമെല്ലാം ഒരു സൈസാണ് കേട്ടോ. അതിൻ്റെ ഇലയിൽ നിന്നും പൂവുണ്ടാകുന്നത്. ഞാൻ ഒടിച്ച് നട്ടൊന്നുമില്ല. പൂവുണ്ടായി, പിന്നെ അതിൻ്റെ അറ്റത്ത് വേരുണ്ടായി.
അങ്ങനെ ഉണ്ടാകുകയാണ് ആ ചെടി. പിന്നെയുള്ളത് ഈ കളറുകളാണ്. ഇത് നല്ല സൂപ്പർ ചെടി ഇതാണ്. ഇപ്പോൾ പൂക്കൾ തീർന്നു. ഇത് കട്ട് ചെയ്യേണ്ട സമയമായി. പക്ഷേ ഞാനത് കട്ട് ചെയ്യാതെ നിൽക്കുക, കാരണം വേനലല്ലെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതിൻ്റെയും കട്ടിങ്സ് വേണമെന്നൊരിക്കൽ നിങ്ങൾക്ക് ഞാൻ തരാം. പിന്നെ തുളസിയുണ്ട് ഒത്തിരി. ആവശ്യക്കാർക്ക് തുളസി മക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെയുള്ളത് വാടാർമുല്ല റോസ് കളറാണ്. അത് വേണം, അതിൻ്റെ വിത്ത് വേണം തരാം. ഇതിനൊന്നും എനിക്ക് പൈസയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാനിത് ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പോഴിത് ഷെയർ ചെയ്ത് പോകണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പിന്നെ ആ കളറുകൾ അല്ല വള്ളിച്ചെടികളും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അതൊക്കെ ആ കാണുന്നതെല്ലാം ഞാൻ പിന്നെ തരാം, വെച്ചേക്കാം. കാരണം ഇതൊക്കെ ഒരുപാട് ആർത്തലച്ച് എൻ്റെ വളവും എല്ലാം കൂടി അങ്ങ് ചെന്നപ്പോഴത്തേക്കും ആർത്തലച്ചത് ഇഷ്ടം പോലെ അങ്ങോട്ടായി. പിന്നെ മണി പ്ലാന്റ്, ഹാങ്ങിങ് പ്ലാന്റ് ഇഷ്ടം പോലെയുണ്ട്. അതിൻ്റെയും കട്ടിങ്സ്, ഇതെല്ലാം കട്ടിങ്സാണ് കേട്ടോ. കട്ടിങ്സ് മതി. പക്ഷേ ഇതൊക്കെ ഇത് തന്നെയാണെങ്കിലും കട്ടിങ്സ് മതി. പക്ഷേ ഇത് ഞാൻ കട്ടിങ്സ് വേണേൽ ആ കട്ടിങ്സ് വെക്കാം. പിന്നെ ചെടിയും വയ്ക്കാം. അതിൻ്റെയൊക്കെ ചോട്ടിക്കെട്ട് ചെടിയുണ്ട്. പിന്നെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ പേര് എന്നതാണോ എൻ്റെ കർത്താവേ, ഓർമ്മയും വരുന്നില്ല. ഇതൊക്കെയൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അവങ്കിയൊക്കെ ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. ഇവിടെ വേണമെന്നൊരിക്കൽ കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ തരാം. അല്ലാത്തവർക്ക് ഇത് ഫ്രീ, അത് ഇങ്ങോട്ട് അയക്കണ്ടേ. അപ്പോൾ എനിക്ക് ഒത്തിരി പണിയുണ്ട്. പിന്നെ ഇതിൻ്റെ പാക്ക് ചെയ്യണം, പിന്നെ അതിന് അഡ്രസ്സ് എഴുതണം, പിന്നെ ഇത് വണ്ടി വിളിച്ച് പോകണം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് പറയുവാണെന്നൊരിക്കൽ ഞാൻ അതനുസരിച്ച് കുറേശ്ശെ ഞാൻ ചെയ്തു തരാം. ഓക്കെ. ഇത് വേറൊരു ചെടിയാണ്. ഇതിൻ്റെയൊക്കെ കട്ടിങ്സാണ് വെക്കുന്നത്. ഇതെല്ലാം കട്ടിങ്സാണ് കേട്ടോ. ഇതെല്ലാം കട്ടിങ്സാണ്. ഇതൊരു 4-5 ഒരു ഇതിലങ്ങ് നിരത്തി വെക്കാമെങ്കിൽ അതിമനോഹരമാണ്. പിന്നെ ആ കാണുന്ന ചെടി സൂപ്പറാണ്. അത് അതിൻ്റെ കീഴേ ഇരിക്കുന്നതുകൊണ്ട് അതിന് വെയിലടിക്കുന്നില്ല. വെയിലടിക്കാതെ വന്നപ്പോഴത്തേക്കും അതിനൊരു മൗനം പോലെയാണ്. പക്ഷേ വെയിലധികമായാലും കരിഞ്ഞു പോകും. അങ്ങനെയാണ് ആ ചെടിയെ. പിന്നെ ഇവിടെയൊക്കെ ഇവിടെയൊന്നും കാര്യമായിട്ടില്ല. പിന്നെ ഈ ഹാങ്ങിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേണമെന്നൊരിക്കൽ ഓരോ പീസൊക്കെ തരാം. ആംഗ്ലോണിമ. പിന്നെ അതിൽ നിന്നൊക്കെ വേണേൽ കട്ടിങ്സ് എടുത്തു തരാം. ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും വേണമെങ്കിൽ ഗ്രീൻ ഷോട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ തരാം കേട്ടോ. പിന്നെ ഈ ചെടി ഇത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പേര് സംഭവം പിടികിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾക്കത് അറിയാമായിരിക്കും. അത് ഞാൻ ഓരോ പീസ് വെക്കാം. പിന്നെ കുറച്ച് ആംഗ്ലോണിമയുണ്ട്. ഇതൊക്കെ ഈ ബിഗോണിയായൊക്കെ കുറച്ച് തരാം. ഇതൊക്കെ ആംഗ്ലോണിമയാണ്. ആവശ്യക്കാർക്ക് തരാം കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒരു ചെറിയ പീസ് തരാം. ഞാനിത് നട്ട് മുളപ്പിച്ചിട്ടില്ല. ഇതിൻ്റെയൊക്കെ പീസ് വെച്ചാൽ മതി. അതൊക്കെ ഒത്തിരി ജീർണിക്കാത്ത വെള്ളത്തിൽ ചെടികളിൽ മണ്ണ് ഒത്തിരി വെള്ളം ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നന്നായിട്ട് ആ ചെടികളൊക്കെ വളർന്നു. അതിന് വേര് വരുമ്പം നമുക്ക് ശരിക്കും നമുക്ക് നല്ല വലിയ ചട്ടിയിലേക്കൊക്കെ പറ്റില്ല. ഇതൊക്കെ ചെറിയ ചട്ടിയിലോട്ട് ചെറിയ പാത്രത്തിലേക്ക് കുത്തി വെച്ചാൽ മതി. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ വേര് വരും. പിന്നെ വെള്ളത്തിൽ വെച്ചും നമുക്കിതിനെ വേര് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണിത്. അപ്പോൾ വേണമെങ്കിൽ ഇതും ചെറിയ ഓരോ പീസൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇങ്ങനെയുള്ളത് ഇവരാണ്. ഇവർ കുറച്ച് പേർക്ക് ഞാൻ തരാം. ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. അപ്പം വേണമെന്നൊരിക്കൽ അതുകൂട്ടൊക്കെ കുറച്ച് പേർക്ക് ബട്ടർ. പിന്നെ കുറച്ച് പേർക്ക് ഈ കളാത്തിയ കുറച്ച് പേർക്ക് ഞാൻ തരാം. ഇതൊക്കെ ചട്ടി നിറഞ്ഞായതുകൊണ്ടിട്ട് ഇനി പുതിയൊരു ചട്ടി ഒരുപാട് എനിക്ക് എടുക്കാൻ പുതിയൊരു ചട്ടി വേണ്ടാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ടത് പിന്നെ അതിനകത്ത് നടന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് തരാം. പിന്നെ ഈ ഒരു ചെടി
ഇതെന്നാണെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു മഷിത്തണ്ട് പോലെ, പക്ഷേ ഇത് നല്ല പച്ച നിറത്തിൽ നല്ല ഭംഗിയിലാണ്. ഇതും വേണമെങ്കിൽ 2-3 കട്ടിങ്സ് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെടികളാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി ഇതുമൊക്കെ നല്ല ചെറിയ ആംഗ്ലോണിമ ഇനത്തിൽപ്പെട്ട ചെടികളാണ്. ഇവരെയൊക്കെ വേണമെന്നൊരു ഓരോ ചെറിയ പീസ് തരാം. പക്ഷേ ഇതൊക്കെ ഇലയൊക്കെ പഴുക്കാൻ തുടങ്ങി, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതുകൂട്ടൊക്കെ വേണമെന്നൊരു ഓരോ പീസ് തരാം. ഇതൊരു അടിപൊളി സ്റ്റൈലാണ് ഇൻഡോറായിട്ട് ഞാനങ്ങ് വെച്ചപ്പോൾ. ഇതിലൊക്കെ വേണമെന്നൊരു ഓരോ ചെറിയ പീസ് തരാം. ഇതിനൊന്നും പൈസ വേണ്ട. ഓൺലൈനിലൊക്കെ പൈസ കിടക്കുന്ന ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിനൊന്നും പൈസ ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്കിത് തരാം. ഓക്കെ, ബൈ ബൈ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ.